ഹലോ ചങ്ങായിമാരെ, അപ്പോൾ നമ്മളുള്ളത് ചെറിയൊരു ട്രക്കിങ്ങിൻ്റെ പരിപാടിയിലാണ്. സാധാരണ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് ട്രക്ക് ചെയ്യൽ. അപ്പോൾ ഇന്നുള്ളത് ഫാമിലിയാണ്, വൈഫും മോളും പിന്നെ സിസ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, ആ സമയത്ത് ഇവിടെ ഫുള്ള് മഞ്ഞായിരുന്നു. അപ്പോൾ മഞ്ഞൊക്കെ പോയി ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വിഷ്വൽസ് കാണാം. ഇറ്റ്സ് മീ ഷംസു, വെൽക്കം ടു ദ DP. അപ്പോൾ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കണേ, മോള് ഉറങ്ങിക്കണേ. അപ്പോൾ ഇങ്ങനെ അടിപൊളിയാണ് ട്രക്കിങ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മോളിങ്ങനെ ഉറക്കത്തിൽ തന്നെയാണ്, നീച്ചിട്ടൊന്നുമില്ല. പിന്നെ മറ്റൊരു അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോള് ചോദിക്കുന്നുണ്ട് ഇനി എത്ര പോകണ്ടെന്ന്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതിനൊന്ന് കുഴങ്ങിക്കണേ. വന്നപ്പോൾ തന്നെ ഫോണൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. നല്ല രസമുണ്ടെന്നൊക്കെയാണ് പറയണത്. അടിക്ക് നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇതാ മോളൊക്കെ നീച്ചു. ഇതാ മോള് നല്ല ആക്റ്റീവ് ആയിക്കണു. അപ്പോൾ കുഞ്ഞ പൂ കാണിച്ചു കൊടുത്താ പൂ കാണിച്ചു. നല്ല അടിപൊളി സ്ഥലത്താണ് ഇരിക്കുന്നത്. നല്ല വിഷ്വലാണ്. ആ ഇങ്ങോട്ട് എത്തണം. അപ്പോൾ ഞങ്ങൾ ട്രക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. എങ്ങനെയുണ്ട് ട്രക്കിങ്? ഒറ്റക്ക് ഇറക്കണോ? ഒറ്റക്ക് ഇട്ടോ കൂട്ടാ. നീ നടന്നാലേ കുഞ്ഞാമ്പിയെ. ഓക്കെ, എങ്ങനെ നമ്മൾ ട്രക്കിങ്? എനിക്ക് ഇഷ്ടപ്പെട്ടോ കുഞ്ഞാ? കൊയങ്ങി വേണ്ടി ഈ ബാഗും അന്നയും നടക്കണ്ടേ? അപ്പോൾ നല്ല അടിപൊളി ട്രക്കിങ്ങിലാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളങ്ങനെ കയറി പോകണ്ട്. കുഞ്ഞ് ചാറ്റെടുത്താ കുഞ്ഞാ ഇടി. നമ്മള് ഓലെ വിളിച്ചാണ് ഇത് വാറണുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവില്ലേ? ബ്രൂ അങ്ങോട്ടില്ല, ബ്രൂ ഉണ്ടല്ലോ അവിടെ. അവിടെ ബ്രൂ കൊടുക്കുഞ്ഞ അവിടുത്തെ ആദ്യത്തെ വണ്ടികൾ കണ്ട് ഇതാണ് ബ്രൂ പറയണത്. ഓ സ്ഥലം കിട്ടിയോ? നല്ല കാറ്റ്. അപ്പോൾ ഞങ്ങൾ ഇത് ഏകദേശം ഇങ്ങനെ എത്തി തുടങ്ങി. കുറച്ചുകൂടി പോകാണ്ട്. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ടാറ്റായിരുന്നു. നല്ല ശാന്തിയാണ് ഇവിടെ. മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ചെറുക്കാൻ പറഞ്ഞില്ലേ, ശാന്തി ആം സ്ട്രേഞ്ചർ എന്ന ചെറുക്കന്, അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ. നല്ല ശാന്തിയാണ്.
ആരും തന്നെ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഒന്നും ഇല്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞൊരു വീഡിയോയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിങ്ങനെ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത്. ഹിമാചലിലെ ഡൽഹൗസി പറഞ്ഞ സ്ഥലമാണത്. നമ്മുടെ നാട്ടിൽ പെരും ചൂടുള്ള സമയത്ത് ഇവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം 20-22 അത്ര ഉള്ളൂ ടെമ്പറേച്ചർ. അടിപൊളി സമയമാണ് ഇങ്ങോട്ട് വരാനുള്ളത്. അതായത് വർഷം മുഴുവനും തണുപ്പേ കാരണം ഇവിടുത്തെ. അതായത് നല്ല ചൂട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള എന്താ ചൂടൊന്നും ഇവിടെ ഇല്ല. എല്ലാ സമയത്തും ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും, വർഷം മുഴുവനും. അതായത് 365 ഡേയ്സും ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. മഞ്ഞുണ്ട്, അതേപോലെ തണുപ്പുണ്ട്, മഴയുള്ള സമയമുണ്ട്. പിന്നെ മഴക്കാലം കുറച്ച് ഡേഞ്ചറാണ്. അതായത് കുഞ്ഞൊരു മിനിറ്റ്, മഴക്കാലം കുറച്ച് ഡേഞ്ചറാണ്. അതെന്താ വെച്ചാൽ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മഴക്കാലം ഞാൻ പറയണില്ല, ബാക്കിയുള്ള സമയമൊക്കെ നല്ല അടിപൊളിയാണ്. കൈ മണ്ണയിക്കണു, അത് കൈ വരുന്നത് ഇങ്ങോട്ട് കൂടെ പോട്ടെ. നോക്കി നടക്കട്ടോ, കല്ലൊക്കെ ഉണ്ട്, കല്ല് വന്നിച്ചോട്ടെ. അയ്യ പോട്ടെ, അയ്യ തട്ടിക്കണം, മണ്ണാവാനും പറ്റൂല. പോട്ടെ, നോക്കട്ടെ. ക്യാരറ്റ് അങ്ങോട്ട് ഇതികൂടെ, ഇങ്ങോട്ട് ഇതിൽ കൂടെ. നമ്മൾ അവിടുന്ന് കണ്ടില്ലേ ഇനി റോട്ടിന്ന്, അതാണത്. നീച്ചേ അല്ലോ. പോട്ടെ പോട്ടെ പോട്ടെ, കയറിച്ചോട്ടെ. യെസ്, യോ ഓക്കെ ഓക്കെ, പോട്ടെ. ബ്രൂടാ കുഞ്ഞാ, ബ്രൂടെ അതാ വണ്ടികളെ പോകുന്നത്. നമ്മൾ വന്ന വഴിയാണത്. പോ കുഞ്ഞാ, നടക്കേ. ചാട്ടാ മുഞ്ചിക്ക് പാട്ടെടുക്കത്താ. പൂപ്പി 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 പൂപ്പി, അതാ കുഞ്ഞ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രക്ക് ചെയ്താണ്ട് ഏകദേശം ഒരു നല്ല വഴി കിട്ടി നമുക്ക്. ഇനി അവിടെയുള്ള പുലാനി മാതാ മന്ദിരം വരെ, അതായത് അമ്പലം വരെ ഇങ്ങനത്തെ നല്ല വഴിയാണ് ഉണ്ടാവുക. ഓക്കെ, കിണറ്റിലുണ്ടാവുന്ന ചെടിയോ? ഞങ്ങൾ പോവുക, ഞങ്ങൾ ട്രക്ക് ചെയ്യാണ്. കുഞ്ഞാ മല്ലേ വാ, മുന്നിക്കോക്കെ. എത്താണ് ഇതിവിടെ അങ്ങനെ പോയാലേ, ഇവിടെ അങ്ങനെ പോയാൽ കജിയാർക്കെത്തും. ഈ വഴി ഇങ്ങനെ താഴത്ത്, ഇത് ട്രക്കിംഗ് ഉള്ള വഴി റോഡാണ്. താഴത്തേക്ക് ഇങ്ങനെ പോയാൽ കജിയാറിൻ്റെ ഇതിക്കെത്തും, ഗ്രൗണ്ടിലെത്തും. ഞങ്ങളിപ്പോൾ ഒരു പകുതി എത്തിയപ്പോൾ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി നിന്നാണ്. കുഞ്ഞ് ടോവും താഴത്തേക്ക് ടോവും. ഇതിമിരുന്നോ. ഇരിക്കാൻ വരികയാണ്. ഇരുന്നിക്കണു, ശരിക്കണ്ടായിട്ടില്ല.
വല്ല വല്ല കുച്ചോ പോലെ 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 ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ അവൾ ടോക്കും അവൾ കൊണ്ടാണ് ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ മതിയോ എനിക്കറിയില്ല ആ പരുന്നുണ്ട് വരുന്നത് ഞാൻ കണ്ടു ടോക്കും ഇവിടെ വാ അതങ്ങനെ പോയിക്കൊണ്ടൊക്കെ തന്നെയാണ് എത്തിയിട്ടില്ല അതിൽ വിചാരം ഇതാ കുറച്ചുള്ളൂ എന്നാണ് ഞാൻ പറയും ഇത് അടുത്ത വളവ് കഴിഞ്ഞാൽ എത്തും ഞാൻ പറഞ്ഞത് അങ്ങനെ കുറേ വളവ് ഇപ്പോൾ കഴിഞ്ഞു നല്ല രസമുള്ള സ്ഥലമാണ് ഇതൊക്കെ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് നല്ല അടിപൊളി കാഴ്ചകളാണ് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് വരുന്നൊക്കെ ഉണ്ട് ഇത് ലാസ്റ്റ് വരെ പോയി കണ്ടിട്ടുണ്ട് ഫോറിനേഴ്സ് തോന്നുന്നത് ഒരു ഗ്രാമമാണ് തോന്നുന്നുണ്ട് അവിടെ അതൊരു കൃഷി സ്ഥലമാണ് ഇവിടുത്തെ കൃഷി രീതി പറഞ്ഞാൽ തട്ടുതട്ടായിട്ടുള്ളതാണ് നമുക്ക് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാറുണ്ട് നമുക്ക് ഒരു അടുത്ത വീഡിയോ നമുക്ക് അതിനെ കുറിച്ച് ചെയ്യാം ഇവിടുത്തെ കൃഷി രീതിയെ കുറിച്ച് അതാ കാണുന്നതൊക്കെ ഇവിടുത്തെ കൃഷിയാണ് ഒരു അടിപൊളി വ്യൂ കാണിച്ചു കേട്ടോ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ചെന്നാൽ അടിപൊളിയല്ലേ അടിപൊളി വ്യൂ അല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ പറഞ്ഞാൽ ഇനി കുറച്ചും കൂടി പോയാൽ അതിലേറെ അടിപൊളിയാണ് താഴത്തേക്ക് ഇറങ്ങിയാൽ നല്ല കാറ്റാണ് കേട്ടോ അവിടെ നല്ലൊരു സമാധാനമാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇവിടെ സമയത്ത് ഇവിടെ നിൽക്കലാണ് ഇപ്പോൾ താഴൊരു വാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ മലയും കുന്നും അവർക്കൊക്കെ ഇങ്ങനെ മൂടിക്കണു ഒന്നും കാണില്ല പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി അന്ന് വന്ന സമയത്ത് ഇവിടുത്തെ ഷോപ്പൊക്കെ അടവിരുന്ന് ഇന്നിവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഓപ്പണാണ് കാണാൻ പറ്റും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് ഫുള്ള് മഞ്ഞായിരുന്നു അവിടെ അന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ ഫുൾ ഓപ്പണാണ് ചായയും പിന്നെ മാഗിയും എന്താ കാര്യങ്ങളൊക്കെ കൂടെ കിട്ടും സ്നാക്സും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തിയാണ് ഇതാണ് ഇവിടുത്തെ അമ്പലം ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഞാൻ അന്ന് വന്ന സമയത്ത് ഇവിടെ പറയുന്നു കൈലാസ് പർവ്വതം കാണാൻ പറ്റുന്നത് ഇതവിടെയാണ് കൈലാസ് പർവ്വതം അവിടെ കാണുന്നതാണ് കൈലാസ് പർവ്വതം പക്ഷെ ഇപ്പോൾ കുറച്ച് മേഘമൊക്കെ മൂടിയോണ്ട് അത്ര വലിയൊരു വ്യൂ ഇങ്ങനെ കിട്ടുന്നില്ല എന്നാലും കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാ ഞങ്ങളവിടെ നിന്ന് അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നു നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെ ഉള്ള സ്ഥലത്തെത്തിക്കണം ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊടുക്കണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ മാഗി ഉണ്ടാക്കി ചെയ്ത് പ്രാവശ്യം ഇങ്ങനെ ഇവരെ കൊണ്ടൊന്നും ഇവിടെ ഇങ്ങനെ കുക്ക് ചെയ്യാനൊന്നും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ് നല്ല വ്യൂ ആണ് അടിപൊളി നല്ല എന്താ പറയുക പച്ചപ്പരവതാനി വെച്ച പോലെയാണ് സെറ്റല്ലേ അപ്പോൾ കഴിച്ച അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണ പരിപാടിയിലാണ് ഇതാ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊടുന്നിങ്ങനെ ഫുഡുണ്ട് ബ്രോസ്റ്റൊക്കെയാണ് അമ്മ വീട്ടിൽ നിന്ന് ബ്രോസ്റ്റൊക്കെ പൊരിച്ചാണ് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി അപ്പോൾ അമ്പലത്തിൽ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നൊക്കെ ഉണ്ട് ഇങ്ങോട്ടും ഇപ്പോൾ ഈ സമയത്തും പിന്നെ കുറേ നേരമാണ് നിൽക്കാൻ പറ്റില്ല രാത്രി ആയാൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ അതായത് ഹിമ കരടിയോ കരടിയൊക്കെയുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത് ഇവിടെ
ഞങ്ങൾ ട്രെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന പരിപാടിയിലാണ്. ഫുഡൊക്കെ കഴിച്ചു, അവിടെ എല്ലാവരും സെറ്റാണ്. അപ്പോൾ ക്ഷീണമൊക്കെ മാറി. പിന്നെ ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഇനി വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, ബൈ ബൈ.